എല്ലാവർക്കും നമസ്കാരം. സോ ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ് പഠിക്കുന്നത്. സോ പ്രോട്ടീൻസിൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി, ക്വാട്ടേണറി സ്ട്രക്ചറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ആ സ്ട്രക്ചറൊക്കെ ഉണ്ടാവുന്നത് ആക്ച്വലി ആ ഒരു പ്രോട്ടീൻസ് ഒരു നോർമൽ pHലും അതിൻ്റെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലുമാണ് ആ ക്വാട്ടേണറി, ടേർഷ്യറി, സെക്കൻഡറി സ്ട്രക്ചേഴ്സൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കണ്ടീഷനിൽ, അതായത് നോർമൽ pH, നോർമൽ ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ, ആ കണ്ടീഷനിൽ പ്രോട്ടീൻസ് എനർജറ്റിക്കലി സ്റ്റേബിൾ ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ, പ്രോട്ടീൻസിൻ്റെ ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ നേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയാം. നേറ്റീവ് സ്റ്റേറ്റ് ഓഫ് എ പ്രോട്ടീൻ, അതായത് അതിൻ്റെ ഒപ്റ്റിമം pH, ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ എനർജറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനെയാണ് നേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയാം. ഇനി ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഈ ഒരു നേറ്റീവ് സ്റ്റേറ്റിന് ഡിസ്റ്റർബൻസ് വരികയും അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസപ്പെടുകയുമാണെങ്കിൽ നമ്മളതിനെ ഡീനാച്ചുറേഷൻ എന്ന് പറയും. ഓക്കെ, സോ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നേറ്റീവ് സ്റ്റേറ്റിലുള്ള അതിൻ്റെ റെഗുലർ സ്ട്രക്ചറിന് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണം അതിലൊരു ഡിസ്റ്റർബൻസ് വരികയാണെങ്കിൽ ആ പ്രോട്ടീൻ ഡീനാച്ചുവേർഡ് ആയി എന്നാണ് പറയുക. അങ്ങനെ ആവുമ്പോൾ ആ പ്രോട്ടീൻ ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും. ആ എന്താ പറയുക, ഒരു ബയോകെമിക്കൽ ആക്ടിവിറ്റി തന്നെ മാറും. അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി, ഒരു പ്രോട്ടീൻ സാധാരണ ഫങ്ഷൻ ചെയ്യുന്ന അതിൻ്റെ ഒരു ആക്ടിവിറ്റി അതിനില്ലാതാവും ഡീനാച്ചുവേർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഡീനാച്ചുറേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് പ്രോട്ടീൻസ് ലോസ് ദെയർ ക്വാട്ടേണറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ ഡീനാച്ചുറേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രൈമറി സ്ട്രക്ചറിന് വ്യത്യാസമില്ല, കാരണം അമിനോ ആസിഡ് സീക്വൻസിന് വ്യത്യാസമില്ല. പക്ഷേ സെക്കൻഡറി, ടേർഷ്യറി, ക്വാട്ടേണറി സ്ട്രക്ചർ നഷ്ടപ്പെടും, which is present in their native state by application of some external stress or agents such as concentrated acids, bases, concentrated inorganic salts, organic solvents, alcohols, chloroforms, radiation, heat, temperature, pressure, mechanical action, ultrasonication. ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം നേറ്റീവ് സ്റ്റേറ്റ് ഡിസ്റ്റർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ അൾട്രാസോണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് എനർജി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു നേറ്റീവ് സ്റ്റേറ്റിനെ മാറ്റുന്ന, സൗണ്ട് എനർജി വെച്ചിട്ട് നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അതിനാണ് അൾട്രാസോണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഡീനാച്ചുവേർഡ് പ്രോട്ടീൻസ് ലോസ് ദെയർ ബയോളജിക്കൽ ആക്ടിവിറ്റി. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു റെഗുലർ ഫങ്ഷനൊക്കെ നഷ്ടപ്പെടും. അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി ഒക്കെ പ്രോട്ടീൻസ് ഡീനാച്ചുവേർഡ് ആവുമ്പം നഷ്ടപ്പെടും. ദെൻ എക്സാമ്പിൾസ്, പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ്റെ എക്സാമ്പിൾസ് ആണ് ബോയിലിംഗ് ആൻ എഗ്. സോ എഗ് ബോയിൽ ചെയ്യുമ്പം എഗ്ഗിലുണ്ടായിരുന്ന സോലിബിൾ ഗ്ലോബുലാർ പ്രോട്ടീൻ, അതായത് ആൽബുമിൻ, undergoes denaturation into fibrous form. Globular form fibrous ആയി and gets coagulated. Then heating of milk in presence of lemon extract. നിങ്ങൾ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് പാലിനെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, ചീസൊക്കെ ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണത്. സോ അങ്ങനെ അത് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഗ്ലോബുലാർ മിൽക്ക് പ്രോട്ടീൻ, അതായത് ലാക്ടോ ആൽബുമിൻ, അത് ഫൈബ്രസ് ആയി മാറുകയും അത് കൊയാഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. സോ അതിൻ്റെ നേറ്റീവായിട്ടുള്ള സ്റ്റേറ്റിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പം അത് ഡീനാച്ചുവേർഡ് ആയി മാറും. സോ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു പ്രോട്ടീൻ്റെ ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ഡീനാച്ചുറേഷൻ, അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്ക് അത് ഡീനാച്ചുവേർഡ് ആയി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രോട്ടീൻസ്. അടുത്തത് എൻസൈംസ്. സോ എൻസൈംസിൻ്റെ കുറച്ച് ഡെഫിനിഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയാൻ കാരണം അത് നമ്മളെ സെൽസ് തന്നെയാണ് എൻസൈംസിന് ഉണ്ടാക്കുന്നത്.
സോ ബയോ ഡിറൈവ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ടാണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം റേറ്റ് ഓൾട്ടർ ചെയ്യുന്ന ഏജൻറ്റ്സ്. ഓക്കെ, സോ പൊതുവേ റിയാക്ഷൻ്റെ റേറ്റ് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുക. എൻസൈംസ് ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ്. ദെൻ കാറ്റലൈസ് വേരിയസ് ബയോ കെമിക്കൽ റിയാക്ഷൻസ്. നമ്മളെ ബോഡിയിലുള്ള എനോർമസ് റിയാക്ഷൻസ്, അതായത് ലാർജ് നമ്പർ ഓഫ് റിയാക്ഷൻസ് ഓൾട്ടർ ചെയ്യുന്നത്, അതിൻ്റെ റേറ്റ് ഓൾട്ടർ ചെയ്യുന്നത് എൻസൈംസ് ആണ്. ആൻഡ് കെമിക്കലി എൻസൈംസ് ആർ പ്രോട്ടീൻസ് വിത്ത് ഹൈ മോളിക്കുലർ മാസ്. സോ പ്രോട്ടീൻസ് വിത്ത് ഹൈ മോളിക്കുലർ മാസ് തന്നെയാണ് എൻസൈംസ്. സോ നമ്മൾ ഈ പഠിച്ച, അതായത് എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് തന്നെയാണ്. ഓക്കെ, ദെൻ രണ്ട് ടൈപ്പ് ഉണ്ട്, എൻഡോ എൻസൈംസ് ആൻഡ് എക്സോ എൻസൈംസ്, അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാർ എൻസൈംസ് ഓർ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ്. സോ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എൻസൈംസ് വിച്ച് ഫങ്ഷൻ ഇൻസൈഡ് ദ സെയിം സെൽ വിച്ച് പ്രൊഡ്യൂസ് ദം, അതായത് ആ എൻസൈംസ് ഉണ്ടാക്കിയ സെൽസിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡോ എൻസൈംസ് എന്ന് പറയും. എക്സാമ്പിൾ റെസ്പിറേറ്ററി എൻസൈംസ്. ദെൻ എക്സോ എൻസൈംസ്. എക്സോ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സെല്ലിൻ്റെ പുറത്താണ് അതിൻ്റെ എൻസൈമിൻ്റെ ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനെ എക്സോ എൻസൈംസ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ എൻസൈംസ് എന്ന് പറയും. സോ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ചെറിയൊരു ഗ്രാഫിക്കൽ ഒരു ചെറിയൊരു എൻസൈംസിൻ്റെ ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് എൻസൈം. എൻസൈംസിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ആ ആക്റ്റീവ് സൈറ്റിൽ ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും. NH2COOH, SH, OH എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഈ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. സോ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. കോംപ്ലക്സ് ഉണ്ടായതിന് ശേഷം റിയാക്ഷൻ നടന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ടായി. ദെൻ ആ പ്രോഡക്റ്റിനെ ലീവ് ചെയ്യും. സോ ഇവിടെ എൻസൈംസ് ആക്ച്വലി ഈ ഒരു സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആവുന്ന റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ എൻസൈംസിന് ത്രൂ ഔട്ട് ദ റിയാക്ഷനിൽ എൻസൈംസിനൊന്നും സംഭവിക്കുകയില്ല. ഈ റിയാക്ടൻറ്റിനോ പ്രോഡക്റ്റിനോ ഇതിൻ്റെ റേറ്റ് കൂട്ടുന്നു അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നു എന്നല്ലാതെ എൻസൈംസ് റിയാക്ടൻറ്റിനോ പ്രോഡക്റ്റിനോ വേറെ ഒരു തരത്തിലും അതിൻ്റെ ഒരു കെമിക്കൽ മോഡിഫിക്കേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ദെൻ കുറച്ച് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കെയിൻ ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ് തന്നെ. ഓക്കെ, സോ സൂക്രോസ് ആണ് കെയിൻ ഷുഗർ. സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിസ് കാറ്റലൈസ് ചെയ്യുന്നത് ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. സോ വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഓൺ ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്. ദെൻ കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻ ടു മാൾട്ടോസ്. സോ സ്റ്റാർച്ചിനെ ഹൈഡ്രോളിസിസ് തന്നെയാണ് ഇവിടെയും. മാൾട്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഡയാസ്റ്റേസ് ആണ്. സോ ഈ ഓരോ എൻസൈംസിൻ്റെയും പേരുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു വയ്ക്കുക. ദെൻ കൺവേർഷൻ ഓഫ് മാൾട്ടോസ് ഇൻ ടു ഗ്ലൂക്കോസ്. സോ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്ന ആൾ മാൾട്ടേസ്, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്ന ആൾ ഡയാസ്റ്റേസ്. ഓക്കെ, സോ ഇതൊക്കെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് തന്നെയാണ്. ദെൻ ഡീകമ്പോസിഷൻ ഓഫ് യൂറിയ ഇൻറ്റു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ NH2CO NH2 ആണ് യൂറിയ. യൂറിയനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ യൂറിയൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നു. അത് കാറ്റലൈസ് ചെയ്യുന്നതാണ് യൂറിയേസ്. യൂറിയേസ് അമോണിയ ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും യൂറിയനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കുന്നു. ദെൻ കൺവേർഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു പെപ്റ്റൈഡ്സ്. പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കിയിട്ട്, അതായത് ലാർജ് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻസിനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ പെപ്റ്റൈഡ്സ് ആയിട്ട്. ദെൻ പെപ്റ്റൈഡ്സിനെ വീണ്ടും അമിനോ ആസിഡ്സ് ആയിട്ട്. അതാണ് നമ്മളുടെ ഒരു ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ട് പാർട്ടായിട്ടുണ്ട്, രണ്ട് ഏരിയയിലാണ് ഈ റിയാക്ഷൻസ് നടക്കുന്നത്. ഒന്ന് സ്റ്റൊമക്കിൽ പ്രോട്ടീൻസിന് പെപ്സിൻ ആണ് പ്രോട്ടീൻസിനെ പെപ്റ്റൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം, ആൾട്ടർ ചെയ്യുന്ന, അതിൻ്റെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. ദെൻ ഇൻറ്റസ്റ്റൈനിൽ ഈ പെപ്റ്റൈഡ്സിനെ ട്രിപ്സിൻ എന്ന എൻസൈം അമിനോ ആസിഡ് ആക്കിയിട്ട്
കാറ്റലൈസ് ചെയ്യുന്നു. ഓക്കെ, ആ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നു. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റാലിസിസ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. നമ്മളെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അത് ഒരുമിച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സോ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കണ്ടീഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ എൻസൈമിൻ്റെ കാറ്റലിറ്റിക് ഫങ്ഷനെ പറ്റി പറയുന്നതാണ്. അതായത് അത് റിയാക്ഷനെ സ്പീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ റിയാക്ടൻ്റായിട്ടോ പ്രോഡക്റ്റായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല, ഹൈലി സ്പെസിഫിക് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫങ്ഷണൽ. കണ്ടീഷനിൽ അതിൻ്റെ pH എങ്ങനെയായിരിക്കണം, അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് പോയിൻ്റ്, എൻസൈംസ് സ്പീഡ് അപ്പ് the reaction by lowering the activation energy of the reaction. So എൻസൈംസ് അതായത് എൻസൈംസ് ഇല്ലെങ്കിൽ, അതായത് അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസിനെക്കാട്ടും ഒരുപാട് സ്പീഡ് വ്യത്യാസമുണ്ട് കാറ്റലൈസ്ഡ് റിയാക്ഷൻസിന്. സോ എൻസൈംസ് സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ ബൈ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ റിയാക്ഷൻ. Their presence does not affect the nature and properties of end product. So എൻസൈംസ് ഞാൻ ആദ്യം പറഞ്ഞു അത് കെമിക്കൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തുന്നില്ല. എൻസൈംസ് ആ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റാക്കി മാറുന്ന റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നു എന്നല്ലാതെ എൻസൈംസ് കാരണം ആ പ്രോഡക്റ്റിന് യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവുന്നില്ല. ദേ ആർ ഹൈലി സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ ദാറ്റ് ഈസ് അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു സ്ലൈഡിൻ്റെ ഇത് കട്ടായി പോയിട്ടുണ്ട്, അത് ഞാൻ ഫില്ല് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഹൈലി സ്പെസിഫിക്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇൻവെർട്ടൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം അത് ആക്ച്വലി കെയിൻ ഷുഗറിനെ അതിൻ്റെ കൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രുക്ടോസും ആയിട്ടുള്ള കൺവേർഷനിൽ മാത്രമാണ് ഇൻവെർട്ടൈസ് കാറ്റലൈസ് ചെയ്യുന്നത്. ഇൻവെർട്ടേഴ്സ് ഒരിക്കലും പോയിട്ട് മാൾട്ടോസിനെ അതിൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടേഴ്സ് ഒരിക്കലും കാറ്റലൈസ് ചെയ്യില്ല. ഇൻവെർട്ടേഴ്സിന് ഒരു ഫങ്ഷൻ ഉണ്ട്, അത് കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രുക്ടോസും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു സ്പെസിഫിസിറ്റി എൻസൈംസിൻ്റെ കാറ്റലൈസിസ് റിയാക്ഷൻസിലൊക്കെ തന്നെ ഉണ്ട്. ഒരു എൻസൈം ഒരു പ്രത്യേക റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ ടേൺ ഓവർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ട്രാൻസ്ഫോംഡ് പെർ മിനിറ്റ് ബൈ വൺ എൻസൈം മോളിക്യൂൾ. ഒരു എൻസൈം മോളിക്യൂളിന് ഒരു മിനിറ്റിൽ എത്ര സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, കാറ്റലൈസ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി 10,000-കണക്കിന് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ ഒരു മിനിറ്റിൽ, 10,000-കണക്കിനല്ല ആക്ച്വലി, അത് സെക്കൻഡ്സിൽ തന്നെ ലാക്സ് കണക്കിന് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ ഈ ഒരു പ്രത്യേക എൻസൈമിന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ മിനിറ്റിൽ മില്യൺസ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഓരോ എൻസൈമിനും കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മളെ ബോഡിയിൽ ഈ പറയുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട്. സോ അതൊക്കെ മില്യൺസ് ഓഫ് റിയാക്ഷൻസ് ആണ് ഓരോ മിനിറ്റിലും, അല്ലെങ്കിൽ ലാക്സ് ഓഫ് പ്രോസസ്സസ് ആണ് ഓരോ സെക്കൻഡിലും അത് കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, അത്ര ഫാസ്റ്റാണ്. സോ catalyzed reactions are 10 to the power 7 times faster than that of uncatalyzed reactions. So uncatalyzed റിയാക്ഷൻസിനെക്കാട്ടും വളരെ ഫാസ്റ്റ് റേറ്റ് ആയിട്ടാണ് കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് എന്നതാണ് ഈ ഒരു സെൻറ്റൻസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ പൊതുവെ എൻസൈം കാറ്റലിസിസ് നമ്മുടെ ബയോകെമിക്കൽ റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാനും ആ ഒരു പ്രോഡക്റ്റിനെ എൻസൈം ആക്ച്വലി പ്രോഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലാക്കുന്നു എന്നല്ലാതെ പ്രോഡക്റ്റിന് യാതൊരുവിധ മാറ്റങ്ങളും എൻസൈംസ് വരുത്തുന്നില്ല. അതുമാത്രമല്ല, ഇത് റിവേഴ്സിബിളാണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻസൈം
റിയാക്ടൻറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു, തിരിച്ച് എൻസൈം പഴയതുപോലെ തന്നെ വന്നു. അതിനെ വീണ്ടും നിങ്ങൾക്ക് അടുത്ത റിയാക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് എൻസൈംസ് മതി, വളരെ കുറച്ച് എൻസൈംസ് മതി, അതിന് ലാർജ് നമ്പർ ഓഫ് റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കണ്ടീഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ എൻസൈം ആക്ഷൻ. ഞാൻ പറഞ്ഞു എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എൻസൈം ആക്ടിവിറ്റിക്ക് കാരണം. ഒന്നാമത്തത് ഒപ്റ്റിമം pH. സോ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി മാക്സിമം ആവുന്നത് ഒരു പ്രത്യേക pHയിലാണ്. ആ pH റേഞ്ചിനാണ് ഒപ്റ്റിമം pH എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒപ്റ്റിമം pH നമ്മുടെ ബോഡിയിൽ മോസ്റ്റ് ഓഫ് ദ എൻസൈമാറ്റിക് റിയാക്ഷൻസ് വിൽ ബി മാക്സിമം അറ്റ് pH അറൗണ്ട് 7. അറൗണ്ട് 7ലാണ് നമ്മളുടെ ബോഡിയിലുള്ള അധിക കെമിക്കൽ റിയാക്ഷൻസും കാറ്റലൈസ് ചെയ്യപ്പെടുന്നത്. ഒപ്റ്റിമം pH അതാണ്. പക്ഷേ സ്റ്റൊമക്കിൽ നമുക്കറിയാം കൂടുതൽ അസിഡിക് ആണ്. അതുകൊണ്ട് ഒപ്റ്റിമം pH എന്ന് പറയുന്നത് അറൗണ്ട് 2 ആണ്. സോ ആ 2 pHയിലാണ് നമ്മളുടെ സ്റ്റൊമക്കിലുള്ള എൻസൈംസിൻ്റെ റിയാക്ഷൻ മാക്സിമം ആയിട്ടുള്ളത്. ദെൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ every enzyme has an optimum temperature, the temperature at which the enzyme activity is greatest. സോ നമ്മളെ ബോഡി ടെമ്പറേച്ചർ 37 ആണ് അല്ലേ, 37 ഡിഗ്രിയാണ്. സോ ആ ഒരു ടെമ്പറേച്ചർ തന്നെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പ്ലാന്റ്സിലൊക്കെ 40 ഡിഗ്രിയുടെ മേലെയാണ് എൻസൈം, 40 to 50 ആ ഒരു റേഞ്ചിലാണ് എൻസൈം റിയാക്ഷൻസ് മാക്സിമം ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് പൊതുവെ ഈ വെയിലത്ത് വെക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവാനും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവാനും ഒക്കെ ഒരു കാരണമായിട്ട്. സോ അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ അതാണ്. ഓക്കെ, ദെൻ കോഫാക്ടർ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സംതിങ് അഡീഷണൽ. സോ അറ്റാച്ച്മെൻറ്റ് ഓഫ് എ നോൺ പ്രോട്ടീൻ പാർട്ട് ടു ദ പ്രോട്ടീൻ പോർഷൻ ഇൻ ആൻ എൻസൈം ഈസ് കോൾഡ് കോഫാക്ടർ. സോ പ്രോട്ടീൻ നമുക്കറിയാം, എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ആ എൻസൈംസിലേക്ക് നോൺ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു പാർട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ കോഫാക്ടർ എന്ന് പറയുന്നത്. സോ കോഫാക്ടർ എന്ന് പറയുന്നത് നോൺ പ്രോട്ടീൻ ഫാക്ടറാണ്. കോഫാക്ടേഴ്സ് മേ എൻഹാൻസ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം. സോ എൻസൈംസിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് കോഫാക്ടർ. Cofactors may act as a bridge between enzyme and substrate. സോ സബ്സ്ട്രേറ്റിനെ എൻസൈംസിൽ ബൈൻഡ് ചെയ്യിപ്പിക്കണം. ആ ബൈൻഡ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രിഡ്ജാണ് കോഫാക്ടർ. വെൻ ദ കോഫാക്ടർ ഈസ് ആൻ ഇനോർഗാനിക് മോയിറ്റി സച്ച് ആസ് മെറ്റൽ അയോൺ, ഇറ്റ് ഈസ് കോൾഡ് ആൻ ആക്ടിവേറ്റർ. ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. സോ കോഫാക്ടർ ഒരു ഇനോർഗാനിക് മോയിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റൽ അയോൺ ഒക്കെ ആകുമ്പോൾ നമ്മളതിനെ ആക്ടിവേറ്റർ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, ദ എൻസൈം ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് ഈസ് ആക്ടിവേറ്റഡ് ബൈ സിങ്ക്. സോ ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് സിങ്ക് മെറ്റൽ അയോൺ. ആർജിനേസ് ഈസ് ആക്ടിവേറ്റഡ് ബൈ മാംഗനീസ് ഓർ കൊബാൾട്ട്. അമൈലേസ് ഈസ് ആക്ടിവേറ്റഡ് ബൈ സോഡിയം. സോ മെറ്റൽ അയോൺസ് അതും സ്പെസിഫിക് ആണ്. ഇന്ന മെറ്റൽ അയോൺ ഇന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ ഇവിടെ ഏതൊക്കെ എൻസൈംസിനെ ഏതൊക്കെ മെറ്റൽ അയോൺ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. വെൻ ദ കോഫാക്ടർ ഈസ് എൻ ഓർഗാനിക് മൊയിറ്റി, ഇറ്റ് ഈസ് കോൾഡ് കോ എൻസൈം. സോ ഈ കോഫാക്ടർ മെറ്റൽ അയോൺ അല്ലെങ്കിൽ ഇനോർഗാനിക് മൊയിറ്റി ആണെങ്കിൽ നമ്മളതിനെ ആക്ടിവേറ്റർ എന്ന് പറയും. കോഫാക്ടർ ഒരു ഓർഗാനിക് മൊയിറ്റി ആണെങ്കിൽ നമ്മളതിനെ കോ എൻസൈം എന്ന് പറയും. എക്സാമ്പിൾ, തയമീൻ പൈറോഫോസ്ഫേറ്റ് TPP അല്ലെങ്കിൽ പിരിഡോക്സാൽ ഫോസ്ഫേറ്റ് B6PO4, ഇവിടെയൊക്കെ ഈ ഒരു കോഫാക്ടർ എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ദെൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുക, അതിൻ്റെ പ്രവർത്തനം തടയുക. സോ എൻസൈംസിൻ്റെ പ്രവർത്തനം തടയുന്ന ആൾക്കാരാണ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഹിബിറ്റേഴ്സ് ആർ കെമിക്കൽസ് വിച്ച് ബൈൻഡ് ടു ആൻ എൻസൈം ടു സപ്രസ് ഇറ്റ്സ് ആക്ടിവിറ്റി. സോ എൻസൈമാറ്റിക് ആക്ടിവിറ്റി സപ്രസ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുക. എക്സാമ്പിൾ, ഹെവി മെറ്റൽ അയോൺസ് സച്ച് ആസ് Ag+,
Hg2+, Pb2+. സോ സിൽവർ, മെർക്കുറി, ലെഡ് അയോൺസ് ഒക്കെ ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി, അതായത് ഏത് എൻസൈമിൻ്റെ, യൂറിയേസിൻ്റെ ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യുന്ന മെറ്റൽ അയോൺസ് ആണ്. സോ ഇത് യൂറിയേസിൻ്റെ ഇൻഹിബിറ്റേഴ്സാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ എൻസൈംസിൻ്റെയും ഇൻഹിബിറ്റേഴ്സ് ഈ പറഞ്ഞ മെറ്റൽ അയോൺസ് അല്ല, ഇത് യൂറിയേസ് എൻസൈംസിൻ്റെ ഇൻഹിബിറ്റേഴ്സാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എൻസൈംസിൽ നമുക്ക് സിലബസിലുള്ളത്. ഇനി നമ്മൾ എൻസൈംസും ഇതോടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.